This is 24. ഗുഡ് ആഫ്റ്റർനൂൺ. റോബോട്ടിക് കൈയുടെ സഹായത്തോടെ ജോലി ചെയ്യുന്നത് വളരെ രസകരമാണ്. കാരണം അത് ഒരു യഥാർത്ഥ ടീം വർക്ക് ആകുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് മുൻ ആസ്ട്രോനോട്ടായ എലൻ ഒച്ചാവയാണ്. റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ള സാങ്കേതിക പുരോഗതി രോഗനിർമൂലനത്തിന് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഗൈനക്കോളജിയിൽ റോബോട്ടിക് സർജറി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇതിനായി ഏറ്റവും അനുയോജ്യയായ ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. കേരളത്തിലെ ആദ്യ റോബോട്ടിക് സർജറി ചെയ്ത വനിതാ ഡോക്ടറാണ് നമ്മോടൊപ്പം ഉള്ളത്, ഡോക്ടർ മായാദേവി കുറുപ്പ്. ഡോക്ടർ, വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. 1985 ആദ്യത്തെ റോബോട്ടിക് സർജറി നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതായത് തലച്ചോറിലെ ഒരു സർജറിക്കായിട്ട് സൂചി ഉറപ്പിക്കാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്നൊന്നും നമുക്ക് ഭാവനയിൽ പോലും ഇത്തരം ഒരു കാര്യം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു മലയാളിക്ക് അത്ര പരിചിതമല്ല ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിചാരിക്കുന്നത് ഡോക്ടർ അവിടെ ഒരു കസേര ഇട്ടിരിക്കുന്നു, ഒരു റോബോട്ട് വരുന്നു, റോബോട്ട് സർജറി ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ശരിക്കും റോബോട്ടിക് സർജറി എന്താണ്? റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഡോക്ടർ ചെയ്താൽ മതി, റോബോട്ട് ചെയ്യണ്ട എന്നുള്ളതൊരു സാധാരണമായിട്ടുള്ളൊരു പിന്നെ ചോദ്യമാണ്. അവരുടെ അതിനെക്കുറിച്ച് സംശയങ്ങളാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. നമ്മൾ കീ ഹോൾ സർജറി, അതായത് പിന്നെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ. അതുപോലെ തന്നെയാണ് ഇതും താക്കോൽ ദ്വാര ശസ്ത്രക്രിയ തന്നെയാണ്. അതിൻ്റെ ഒരു നൂതനമായിട്ടുള്ള ശൈലിയാണ്. നമ്മൾ സുഷിരങ്ങൾ ഉണ്ടാക്കിയിട്ട്, പിന്നെ വയറിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി അതേ കൂടി പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഉപകരണങ്ങൾ വയറിനകത്ത് കടത്തി അത് ഒരു റോബോട്ടിൻ്റെ കൈയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റോബോട്ടിൻ്റെ കൈകളെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഒരു കൺസോളിലിരുന്ന് ഒരു പിന്നെ വിഷ്വൽ ഫീൽഡുണ്ട്, നമുക്ക് അത് കൂടി നോക്കിയിട്ട് കാണാം. അത് കൂടി ഇരുന്നിട്ട് ഈ ചെയ്യുന്ന ഡോക്ടറാണ് അത് മുഴുവൻ ചെയ്യുന്നത്. അല്ലാണ്ട് റോബോട്ടിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തൽക്കാലം ഇല്ല. ഇവിടെ ഞങ്ങളുടെ ഇൻ്റലിജൻസ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സർജന്റെയും സർജിക്കൽ എക്യുപ്മെന്റിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് സിസ്റ്റം, അതാണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ നോർമലി ഒരു സർജൻ ചെയ്യുമ്പോൾ ചില ലിമിറ്റേഷൻ, നമ്മുടെ ശാരീരികമായ ചില പരിമിതികൾ ഉണ്ടാകും. അതായത് ചില ഏരിയയിൽ നമ്മുടെ കൈ കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, അണുബാധയുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിമിതികളൊക്കെ പരിഹരിക്കാൻ ഈ റോബോട്ടിക് സർജറി കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാപ്രോസ്കോപ്പി, അതായത് പിന്നെ പണ്ടുണ്ടായിരുന്നതിനെ നമ്മൾ റിജിഡ് സിസ്റ്റം എന്നാണ് പറയുക. അതിനൊരു പിന്നെ ഫ്ലെക്സിബിൾ അല്ല, അതിനെ വളയ്ക്കാൻ പറ്റില്ല നമുക്ക് ആ ഇൻസ്ട്രുമെൻസിനെ. നേരെ മറിച്ച് ഈ റോബോട്ടിൻ്റെ ആംസ്, റോബോട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ കൈയുടെ ഇതിന് പറ്റാത്തതിനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ആ ചലനം പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെ ഏത് കോണിൽ പോയി എന്ത് വേണമെങ്കിലും, ഒരു രക്തക്കുഴലിനെ ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ പോലും അത് നമുക്ക് പിടിക്കാം. എന്തെങ്കിലും ഇപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ അത് നമുക്ക് പിന്നെ പ്രയാസമുള്ള സർജറികൾ, അതായത് അങ്ങനെയുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് ഏറ്റവും നല്ലതെന്ന് നമ്മൾ എടുത്തു പറയുന്നത് തന്നെ. വെറും ഒരു സർജറി ചെയ്യാനല്ല, ആക്ച്വലി പ്രയാസമുള്ള പിന്നെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾക്കാണ് ഏറ്റവും കൂടുതൽ റോബോട്ടിക് സർജറിയുടെ പ്രയോജനമുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഡാവിഞ്ചി ആം റോബോട്ടിക് സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു റോബോട്ടിക് സിസ്റ്റത്തിന് പല ഭാഗങ്ങളുണ്ടല്ലോ. അപ്പം ഞാനിവിടെ പിക്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അപ്പോൾ പ്രേക്ഷകർക്ക് അത് കാണാം. പക്ഷേ എങ്കിലും ഡോക്ടർ പറഞ്ഞാൽ അതാ ഡോക്ടറിൻ്റെ ഒരു കൺസോൾ കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങൾ എന്തൊക്കെയാണ്? കൺസോളിനകത്ത് കൂടി നമുക്ക് നോക്കാനുള്ള വിഷ്വൽ ഫീൽഡ് ഉണ്ട്. അതിനെ കൂടി നമുക്ക് 10 പിന്നെ പ്രാവശ്യമായിട്ട് അതിനെ നമുക്ക് വലുതാക്കി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അതിനെ കൂടി നോക്കാം. പിന്നെ നമ്മുടെ കൈകളിൽ പിടിക്കുന്നത്, അപ്പോൾ അതിനെ കൂടിയാണ് കൺട്രോൾ ചെയ്യുന്നത്. മാസ്റ്റർ കൺട്രോൾ എന്ന് പറയും, മാസ്റ്റർ ഗ്രിപ്പ് കൺട്രോൾ. ആ കയ്യിലാണ് നമ്മുടെ ഇൻസ്ട്രുമെൻസിൻ്റെ കൺട്രോൾ മുഴുവൻ വരുന്നത്. പിന്നെ നമ്മുടെ കാലുകൾ കൊണ്ടാണ് നമ്മൾ അതിൻ്റെ കട്ടിങ്, അതിനകത്തേക്കുള്ള പിന്നെ കോയാഗുലേഷൻ എന്നൊക്കെ പറയും, ഞാൻ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്നില്ല. അതെല്ലാം ചെയ്യാൻ കാലുകൾ കൊണ്ടും, നമ്മുടെ ക്യാമറേനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള അതും അതിനകത്തുണ്ട്. അതെല്ലാം നമ്മൾ ഈ കൺസോളിൽ ഇരുന്നും കൊണ്ടാണ് നമ്മുടെ കൺട്രോൾ മുഴുവനുള്ളത്. നമുക്ക് അസിസ്റ്റൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ പിന്നെ ഇപ്പോൾ പേഷ്യൻ്റ് കിടക്കുന്നതിൻ്റെ അടുത്ത് ഈ റോബോട്ടിക്കിൻ്റെ ആം കിടക്കുന്നിടത്ത് നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാകും. അവരാണ് നമുക്ക് ആവശ്യത്തിനനുസരണം ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് മാറ്റാനും എല്ലാം അവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ഇറ്റ് ഈസ് എ ടീം വർക്ക്. ടീം വർക്ക് ആണത്.
പക്ഷേ നമ്മൾ മെയിനായിട്ടുള്ള ഇത് മുഴുവൻ സർജനാണ് ചെയ്യുന്നതെങ്കിലും അതൊരു ടീം വർക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു വളരെ സങ്കീർണമായിട്ടുള്ള സർജറിക്കാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഈ അവയവങ്ങൾ ഏതെങ്കിലും പുറത്തെടുത്ത് സർജറി ചെയ്യണമെങ്കിൽ അതും ഇത് ചെയ്യാൻ പറ്റുമോ? പുറത്തെടുത്ത് ചെയ്യേണ്ട ആവശ്യം വരാറില്ലല്ലോ. ഇപ്പം നമ്മൾ കീ ഹോൾ സർജറി അല്ലേ ചെയ്യുന്നത്, ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇത് നമ്മൾ യൂഷ്വലി പിന്നെ ക്യാൻസർ സർജറിക്ക് പിന്നെ വളരെ ഉപകാരപ്രദമുള്ളതാണ്. പിന്നെ ചെയ്യാനുള്ളത് എന്തിനാന്ന് വെച്ചാൽ എൻഡോമെട്രിയോസിസ് പോലെയുള്ള അതാണ് ഏറ്റവും നമ്മൾ ക്യാൻസറിനെക്കാട്ടിലും ഒരു പ്രയാസമുള്ള ഇതാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. കാരണം അത് ആ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ ഒരു ഇതായി കഴിഞ്ഞാൽ ഈ ഓവറിയിൽ സിസ്റ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഒട്ടിപ്പിടിക്കലുണ്ട്. അത് പിന്നെ നമ്മുടെ കുടലിലേക്ക് ഒട്ടിപ്പിടിക്കാം, മൂത്രസഞ്ചിയിലേക്ക് ഒട്ടിപ്പിടിക്കാം, എവിടേക്ക് വേണമെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ റിജിഡ് സ്കോപ്പിനെക്കാട്ടിലും നല്ലത് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ പിന്നെ റോബോട്ടിക് ആംസ് ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ശസ്ത്രക്രിയയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതിനാണ് പിന്നെ നമുക്ക് ഈ സൂം ഇൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുണ്ട് തൃശ്ശൂരിൽ നിന്ന് വർക്കിയാണ്. വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ചോദിക്കാം. ഹലോ, കേൾക്കാനുണ്ടല്ലോ, പറഞ്ഞോളൂ. നമ്മൾ ഫൈബ്രോയിഡിനൊക്കെ സാധിക്കുമോ? ഈ പറയാൻ സാധിക്കുമല്ലോ. അത് ഏത് ഹോസ്പിറ്റലാണുള്ളത്? ഞാൻ ജോലി ചെയ്യുന്നത് ആസ്റ്റർ മെഡ്സിറ്റി കൊച്ചിയിലാണ്. കൊച്ചിയിലാണ്. ഇവിടെയുണ്ട്. നമുക്കത് എന്ത് ചെലവ് വരും? അത് വന്നിട്ട് നമുക്ക് അവിടെ അതിനുള്ള ഫിനാൻസുകാരുണ്ട്. അവർ പറഞ്ഞു തരും ഏകദേശം എത്രയാകുന്ന. നമ്മുടെ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ അടുത്തൊക്കെ തന്നെയുള്ള ചെലവ് തന്നെ ആയിരിക്കും. അത് ശരി. അപ്പോൾ ഞങ്ങൾക്കിപ്പോ 11.5 ഇഞ്ച് വലിപ്പമായി. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ അത് എടുത്തു കളയാന്ന് പറഞ്ഞു. അപ്പൊ പേടി കൂടുതൽ. അപ്പൊ ഞാൻ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്താമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ അത് ഇവിടെ അമലയിലൊന്നും ഇല്ല. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ തന്നെ ഒരു നൂതനമായിട്ടുള്ള ഇതാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനുണ്ടാവുന്ന പിന്നെ ബ്ലീഡിങ്, പെയിൻ ഇതൊന്നും ഉണ്ടാവില്ല. ഈ പേടിക്കുന്ന ആൾ അടുത്ത ദിവസം വേറൊരാളായിരിക്കും സർജറി കഴിഞ്ഞ് അടുത്ത ദിവസം കാണുമ്പോൾ. അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഡോക്ടർ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ മെഡിസിറ്റിയോ? ആസ്റ്റർ മെഡ്സിറ്റി. ആസ്റ്റർ മെഡിസിറ്റി അല്ലേ, കൊച്ചിയിൽ. ഓക്കെ ഓക്കെ. ഇപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസിനൊക്കെ ഇത് വളരെ സഹായകമാണ്. കാരണം ഈ പറഞ്ഞ ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന റോബോട്ടിക് ആം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയസിലേക്ക് പോകാൻ പറ്റും. പതുക്കെ നമുക്ക് ചെറിയ ബ്ലീഡേഴ്സിനെയൊക്കെ പിടിച്ച് അങ്ങനെ പോയിട്ട് അതേപോലെ ബ്ലീഡിങ് കുറയ്ക്കും. പിന്നെ സർജറി ചെയ്യുന്നത് സർജനും വളരെ എളുപ്പം ആക്കാൻ പറ്റും അത്. കാരണം ലാപ്രോസ്കോപ്പി വഴിയുള്ള ലിമിറ്റേഷൻസ് എല്ലാം അതിനെ മറികടക്കാനുള്ളതാണ് റോബോട്ടിക് സർജറിയുടെ പിന്നെ ഗുണം എന്ന് പറയുന്നത് തന്നെ. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡെക്സ്റ്റിറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഡെക്സ്റ്റിറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ ആ സർജറി ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. കാരണം വളരെ സൂക്ഷ്മമായിട്ട് അത് ചലിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് കൃത്യമായ ഇടത്ത് ചെന്ന് കൃത്യമായി അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേക പരിശീലനം ഡോക്ടറിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ US പിന്നെ സർജിക്കൽ ഇൻറ്റ്യൂട്ടീവ് സെൻ്റർ എന്ന് പറഞ്ഞ അറ്റ്ലാന്റയിൽ അവിടെ നിന്നാണ് ട്രെയിനിങ് കിട്ടിയത്. അവിടെ പോയി സർജറി കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഹെൻറിഫോർഡ് ഹോസ്പിറ്റൽ, അതും അവിടെ പോയിട്ട് നമ്മൾ ഒബ്സർവറായി നിന്ന് അവിടെ ചെയ്യുന്നതെല്ലാം കണ്ട് അങ്ങനെ വന്നതിന് ശേഷം മാത്രമാണ് പിന്നെ ഇവിടെ സർജറി ചെയ്തത്. ഞങ്ങളുടെ ഇവിടെ ടീമിൽ യൂറോളജിസ്റ്റും ഒക്കെ ഉണ്ട്. യൂറോളജിസ്റ്റിന് അവർക്കാണ് ഏറ്റവും കൂടുതൽ യൂറോളജിയിലാണ് ഏറ്റവും കൂടുതൽ റോബോട്ടിക് സർജറി ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ ലോകമെമ്പാടും അതിലാണ് ഏറ്റവും കൂടുതൽ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഗൈനക്കോളജി നമ്മൾ വളരെയധികം കേസുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എത്ര പറഞ്ഞാലും ഈ പറഞ്ഞ പോലെയുള്ള സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. റോബോട്ട് ചെയ്യുന്നു എന്നുള്ള അത് മാറ്റിക്കൊടുക്കാൻ ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ വായിച്ച് മനസ്സിലാക്കിയൊക്കെ വരുന്നുണ്ട്, ചോദിച്ചു വരുന്നുള്ളവരും ഉണ്ട്. വായിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മുടെ പല ആൾക്കാർക്കും പണ്ട് മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു സീനായിരിക്കും ഓർമ്മ വരുന്നത്. അതായത് മുടി വെട്ടാൻ പോയപ്പോൾ തലയിൽ ആ ഹെൽമെറ്റ് പോലുള്ള സാധനം എടുത്തു വെക്കുന്നു, അവസാനം അത് കരിഞ്ഞു പോകുന്നു. അപ്പം ഡോക്ടറെ എല്ലാവർക്കും വിശ്വാസമായിരിക്കും, പക്ഷേ ഈ മെഷീനോടുള്ള എന്തെങ്കിലും ഒന്ന് സ്റ്റക്കാവുകയോ അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെയുള്ള അതെന്തൊക്കെ ചെയ്യാനുള്ള എല്ലാം നമുക്കറിയാം. നമ്മളത് ഈ സർജറിയുടെ ഇത് പഠിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് മാത്രമല്ല, അതിനുള്ള തിയറി മുഴുവൻ ഞങ്ങൾ പഠിച്ച് ഒരു പരീക്ഷ എഴുതിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൈകൊണ്ടുള്ളതിനേക്ക് ഞങ്ങൾക്കുള്ള ട്രെയിനിങ് കിട്ടുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഫിസിക്സ് മുഴുവൻ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ടീമിലുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ലോണം അറിയുന്നവരാണ്. ബയോമെഡിക്കൽ ടീം ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. എല്ലാവരും അസിസ്റ്റ് ചെയ്യുന്ന നഴ്സിംഗ് പിന്നെ നഴ്സസ് ആണെങ്കിലും അവർക്കെല്ലാം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലോണം അവഗാഹമുള്ളവരാണ്. അപ്പോൾ അത് കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ റോബോട്ടിക് സർജറി നടക്കുന്ന റൂമിൽ ഞാൻ എപ്പോഴും ഒരു ക്യാമറ കണ്ടിട്ടുണ്ട്. ക്യാമറ അല്ല, സ്ക്രീൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ ഒരു പ്രയോജനം എന്താണ്? ആ ടീമിനും
ഡോക്ടർ സ്ക്രീൻ ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ടീമുണ്ട്. പിന്നെ സ്ക്രീനുകൾ ഉണ്ടാകും. അസിസ്റ്റൻസിനെല്ലാം കാണാനുള്ള പിന്നെ 2 3 സ്ക്രീൻസ് കാണും, ഏത് സൈഡിൽ നിന്നും കാണാൻ പറ്റുന്ന തരത്തിൽ. അങ്ങനെയാണ് അവർക്കും അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയാണ്. ഇപ്പം നമുക്ക് താഴെ ഇരുന്ന് പിന്നെ യൂട്രസിനെ നമ്മൾ പറയുന്ന ഡയറക്ഷനിലേക്ക് മാറ്റി പിടിക്കാനൊക്കെ പറയുന്നവർക്കും പിന്നെ ഇതിൽ TV സ്ക്രീനിൽ കാണാണ്ട് അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് 1 2 സ്ക്രീൻസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ ഡോക്ടറിന് ഈ ഒരു ടീമുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ? ഉണ്ട്, നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള മൈക്സ് ഉണ്ട്. ആ കൂടിയാണ് നമ്മൾ ഉറക്കെ സംസാരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർ കേൾക്കുന്നു. അപ്പോൾ ഈ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ സഹായമാണ് ഈ റോബോട്ടിക് സർജറിക്ക് ഉണ്ടാകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ആവശ്യാനുസരണം മാറ്റുന്നത്. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ സാധാരണ ലാപ്രോസ്കോപ്പിക്ക് ഒരു ഇൻസ്ട്രുമെന്റ് ഇടും. എന്തിനാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ചില ആംഗിളിലേക്ക് ഇതിനകത്ത് കൂടുതൽ നമ്പർ ഓഫ് ആംസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനും ചിലവ് കൂടും. അപ്പം നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ആംസ് വെച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് ചെറിയൊന്ന് അങ്ങോട്ട് നീക്കി തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളൊരു സാധാരണ ലാപ്രോസ്കോപ്പിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് ഇട്ടിട്ടാണ് അത് സാധാരണ ചെയ്യാറുള്ളത്. പരമാവധി എത്ര ആംസ് അതിൽ യൂസ് ചെയ്യാൻ പറ്റും? 3 ആംസ്, അല്ല പരമാവധി 4 എണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ 3 വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമൽ സർജറിയുടെ കേസിൽ അല്ലെങ്കിൽ നോർമൽ ഈവൻ നമ്മളൊരു ഇഞ്ചക്ഷൻ സൂചിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, അത് സിറിഞ്ച് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ഒരു ഉപകരണം നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് നമ്മൾ അതിനുള്ള പിന്നെ സ്റ്റെറിലൈസേഷൻ, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഇതുണ്ട്. അതെല്ലാം കാരണം നമ്മൾ എടുക്കുള്ളൂ. ടോപ്പിക് ഇതാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പെട്ടെന്ന് ചോദിച്ചൊരു സംശയം, റോബോട്ടിനെ ആദ്യം എടുത്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ആംസ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്നുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്നത്. അതെ. അപ്പോൾ ഇത് കൂടാതെ ഏതൊക്കെ സർജറിക്ക്, ഗൈനക്കോളജിയിൽ അല്ലാതെ പൊതുവെ ഏതൊക്കെ സർജറിക്ക് നമുക്ക് ഈ റോബോട്ടിക്? ഇപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് യൂറോളജിയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ പിന്നെ സർജിക്കൽ ഗ്യാസ്ട്രോ കേസുകൾക്ക് ചെയ്യുന്നുണ്ട്, ബാരിയാട്രിക് സർജറിക്ക് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെയാണ് അവിടെ ദൂരം. പിന്നെ ഡാവിഞ്ചിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം അതിന് വേണ്ടിയാണ്. പിന്നെ പലതരത്തിലുള്ള റോബോട്ടുകൾ പല സ്പെഷ്യാലിറ്റിയിലും ഉണ്ട്. ന്യൂറോയിലുണ്ട്, ഓർത്തോയിലുണ്ട്, പിന്നെ ഈവൻ പീഡിയാട്രിക് സർജറിയിൽ വരെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് സർജറിയിലൊന്നും ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ബട്ട് ഇതെല്ലാം ഗ്യാസ്ട്രോ ഇതെല്ലാം നമുക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ ഡോക്ടറിൻ്റെ ആ ഒരു കൺസോൾ ഉണ്ടല്ലോ, അപ്പോൾ ഡോക്ടേഴ്സ് കൺസോളിൽ ഇരുന്നിട്ട് ഡോക്ടറിൻ്റെ ആ ഒരു വ്യൂ എങ്ങനെയാണ് അത് കാണുന്നത്? മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കുമല്ലോ കാണുന്നത്. 3D വിഷനാണ്, പ്രോപ്പർ 3D വിഷനാണ്. പിന്നെ അപ്പം നമുക്കത് കാരണം പുറത്തിരിക്കുന്ന ആ ക്യാമറയിൽ കൂടി എല്ലാവരും അസിസ്റ്റൻസ് ബ്ലീഡിങ് ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ കുറച്ചും കൂടി ബ്ലീഡിങ് കാണും. കാരണം 10 times മാഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചെറിയ ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത, അത് തന്നെയാണ്. അപ്പോൾ ചെറിയ ഇതുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ അറസ്റ്റ് ചെയ്യാനും അങ്ങനെ ബ്ലഡ് ലോസ് എന്ന് പറയുന്നത് വളരെ മിനിമലായിരിക്കും. അതേ കാരണം കൊണ്ട് കൂടുതൽ നമുക്ക് അതിനകത്ത് കിടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നില്ല. അത് കാരണമാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിനും കുറവാണ്. പേഷ്യൻസിന് അടുത്ത ദിവസം അവർ സന്തോഷമായിട്ട് എണീറ്റിരുന്ന് നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അതിശയാണ്. അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യാൻ അവരെ ശരിക്കും. ഒരു നോർമൽ സർജറിയും റോബോട്ടിക് സർജറിയും തമ്മിൽ ടൈം വൈസ് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടാവും? ടൈം വൈസ് ഒരു എക്സ്ട്രാ നമ്മൾ ഈ റോബോട്ടിനെ കൊണ്ടുവന്ന് കടിപ്പിക്കലും അങ്ങനത്തെയൊക്കെ എല്ലാം കൂടി ചേർത്തൊരു 1 hour എക്സ്ട്രാ ഉണ്ടാവും. ഇപ്പോൾ ടോട്ടൽ ഒരു 2 hours ആണ് നമ്മൾ പറയാറുള്ളത്. ആ ഒരു 1 hour പിന്നെ കുറച്ച് കൂടുതൽ ലൈൻസ് ഒക്കെ ഇടേണ്ടി വരും. അപ്പോൾ പേഷ്യൻറ്റിന് പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് റോബോട്ടിനെ കൊണ്ടുവന്ന് കടിപ്പിച്ച് അതെല്ലാം ചെയ്ത് ആ ഒരു പ്രിപ്പറേഷൻ ടൈം കുറച്ച് എക്സ്ട്രാ വരും. സർജറി സത്യം പറഞ്ഞാൽ കുറവാണ്. 40 minutes ഒക്കെ കൊണ്ട് തന്നെ സർജറി. ഇപ്പോൾ ഹിസ്റ്ററക്ടമി ഒക്കെ ആണെങ്കിൽ 30-40 minute ഇടയ്ക്കിനകത്ത് തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. ഡോക്ടർ പാലക്കാട് നിന്ന് ശ്രീവള്ളിയാണ്. വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ്. ചോദിക്കാം. ഹലോ, കേൾക്കാലോ, പറഞ്ഞോളൂ. മേഡം, എനിക്ക് ഗർഭപാത്രത്തിൽ മഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്യോ? ഇല്ല, റോബോട്ടിക് സർജറി എല്ലായിടത്തും ഒന്നും ചെയ്യില്ല കേട്ടോ. ആകെ ഞങ്ങളുടെ പിന്നെ ഇപ്പം കേരളത്തിലെ 2 ആശുപത്രികളിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അതിൽ ഗൈനക്കോളജി, ജനറൽ ഫൈബ്രോയിഡിനൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആസ്റ്റർ മെഡ്സിറ്റി എന്ന് പറയും, കൊച്ചിയിൽ, ഇവിടെ ചെയ്യുന്നുള്ളൂ. ഈ റോബോട്ട് എന്ന് പറയുന്നത് എല്ലാ ഹോസ്പിറ്റലിലും ഉള്ള ഒരു പിന്നെ ഇതല്ല. ഇതിപ്പോ എവിടുന്നാണ്, ഏത് ഹോസ്പിറ്റലിനും? ആസ്റ്റർ മെഡ്സിറ്റി, കൊച്ചിയിൽ. എനിക്ക് തോന്നുന്നു എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാണെന്നൊരു സംശയമുണ്ട്. ഡോക്ടർ ആസ്റ്റർ മെഡ്സിറ്റിയിലാണ്. നിങ്ങൾക്ക് ഗൈനക്കോളജിയിലോ യൂറോളജിയിലോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള റോബോട്ടിക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ്റ്റർ മെഡ്സിറ്റിയിൽ വന്നാൽ ഡോക്ടറിനെയോ യൂറോളജിസ്റ്റിനെയോ കാണാൻ 2 സ്പെഷ്യലിസ്റ്റ് സർജറി ഉണ്ട്. ഗ്യാസ്ട്രോ സർജിക്കൽ ഗ്യാസ്ട്രോയിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ രോഗിയുടെ ഭാഗത്തു നിന്ന് കുറേ ഗുണമേന്മയുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്ന്, ഡോക്ടറിനാണെങ്കിലും സാധാരണ ഒരു സർജറി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ കഴുത്തിനൊക്കെ ആണെങ്കിൽ ഒരുപാട് വേദന എടുക്കും. അതേസമയം ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഡോക്ടർക്കും കൺവീനിയൻ്റ് അല്ലേ? പ്രത്യേകിച്ചും
വയസ്സാവുമ്പോൾ കൂടുതൽ നല്ലതാണ്. ഇരുന്ന് ചെയ്യാമെന്നുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ നമുക്ക് നിന്നിട്ട്, അതായത് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ ലോങ് അവേഴ്സ് നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ നിന്നിട്ട് ചെയ്യുന്നതിനും പിന്നെ നമ്മൾ കയ്യിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പിടിച്ച് നിൽക്കുന്നതും, പിന്നെ മറ്റൊന്ന് കാര്യം നമ്മൾ പറയുന്നത് ഹാൻഡ് ട്രമേഴ്സ്. വെൻ യു ഗെറ്റ് ഓൾഡ് നമ്മുടെ കയ്യിന് വിറയലൊക്കെ ഉണ്ടാകാം. ഇൻസ്ട്രുമെൻറ്റ്സ് പിടിക്കുമ്പോൾ ആ വിറയലൊന്നും ഉണ്ടാവില്ല. റോബോട്ടിക് ആംസിൻ്റെ ഈ ട്രമേഴ്സൊക്കെ അത് ഇല്ലാതെയാക്കും. അപ്പോൾ അത് കാരണം അത് ഒരു അഡ്വാൻറ്റേജാണ്. നമ്മൾ പിന്നെ വയസ്സാവും തോറും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിൽ ഒന്നാണ് ഇത് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. നമുക്കുള്ള ഹാൻഡ് ട്രമേഴ്സൊക്കെ അത് ഇല്ലാണ്ടെയാക്കും. പിന്നെ ഓഫ് കോഴ്സ് അത് ഇരുന്നിട്ട് നമ്മൾ അതുമല്ല, നമ്മൾ റിലാക്സ്ഡ് ആണ്. കാരണം നമുക്ക് കൂടുതൽ മൂവ്മെൻറ്റ്സ് കിട്ടുന്നു, പിന്നെ ഡെക്സ്ട്രിറ്റി ഉണ്ട്, എല്ലാം ഈ പ്രിസിഷൻ നല്ലതുപോലെയുള്ള പിന്നെ നന്നായി കാണാൻ സാധിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സർജനും ആ ഒരു മാനസികാവസ്ഥ തന്നെ മാറും. അത്രയും റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മളിരുന്ന് സർജറി ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് അത് എളുപ്പമാകും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ലോസ് വളരെ കുറവാണ്. അതും നമ്മളിപ്പോൾ ഈ കാണിച്ച വിഷ്വൽസ്, ഡോക്ടറിന്റെ തന്നെ വിഷ്വൽസ് ആണ് കാണിച്ചത്. അപ്പോൾ അതിൽ കാണുന്നത് ചിലപ്പോൾ പേഷ്യൻസ് ആയിരിക്കും, എന്നിട്ടും അത് ഒരു മാഗ്നിഫൈഡ് വേർഷൻ അല്ലേ? അത് മാഗ്നിഫൈഡ് ആയിട്ടാണ് കാണുന്നത്. അത് കുഞ്ഞൊരു ഇതാവും. നമ്മൾ പിന്നെ പറയും RBCസിനെയാണ് ഈ കാണുന്നതെന്ന്. ശരിയാണ്, അത്രയും കുഞ്ഞൊരു ഇതിനെയാണ് നമ്മൾ മാഗ്നിഫൈഡ് ആയിട്ട് കാണുന്നത്. അത് തന്നെ ഒട്ടും ഉണ്ടാവില്ല, യൂഷ്വലി ലീഡ് ചെയ്യാറില്ല. ഒരു കോളർ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലാൽസനാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം. ഹലോ. ഹലോ, ഞാൻ ലാൽസനാണ്. ലാൽസൻ. പറഞ്ഞോളൂ. അതെ, ഞാൻ വെച്ചാൽ എനിക്കൊരു വെരിക്കോസിന്റെ പ്രശ്നമുണ്ട് മാഡം. അത് വെച്ചാല് കാലിലെ ഞരമ്പൊക്കെ തടിച്ചിട്ട് നീര് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതില് എനിക്ക് വെച്ചാല് ബ്ലഡ് ഓട്ടം ഇല്ലാന്നുകൊണ്ട് കാല് ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. അതിന് എന്താണ് പ്രതിവിധി, എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഇത് ഞങ്ങളൊരു ഗൈനക്കോളജി വിഭാഗം സർജറിയെ കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ജനറൽ സർജൻ അല്ല, ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണ്. ജനറൽ സർജറിയിൽ ആരെങ്കിലും കാണിക്കണം കേട്ടോ ഇങ്ങനത്തെ അസുഖത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി കാണും. കാരണം റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞപ്പോൾ ജനറലി എടുത്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ വേദന വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് ഡേ തന്നെ ഇയാളിന് വളരെ ചിരിച്ചുകൊണ്ട് തന്നെ, സാധാരണ രോഗികൾ കരഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത ദിവസമൊക്കെ വരുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെ ആവശ്യം, അപ്പോൾ പെയിൻ റിലീഫ് മെഡിസിൻസും വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി അവർക്ക്. അടുത്ത പിന്നെ ഈ ഒരു 24 hours കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാനും പറ്റും അവരെ. അത്രയ്ക്ക് ഫാസ്റ്റാണ് അവരുടെ പെയിൻ റിലീഫ്. അത്രയും പെയിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആശുപത്രിവാസം ഒരു മേന്മ എന്ന് പറയുന്നത് ബ്ലഡ് ലോസ് വളരെ കുറവാണ്, 2 പെയിൻ കുറവാണ്, നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് ഹോസ്പിറ്റലൈസേഷൻ നമ്പർ ഓഫ് ഡേയ്സ് കുറവായിരിക്കും. അതുപോലെ തന്നെ റെസ്റ്റ് ഒന്നും അധികം വേണ്ട ഇതിന്. വേണ്ട. നോർമൽ സാധാരണ വെളിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ചെയ്തിട്ട് തിരിച്ച് ഫ്ലൈ ചെയ്ത് പോകുന്നവരെ ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് സംശയം വരുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ, സാധാരണ ലാപ്രോസ്കോപ്പിക് സർജറിക്ക് ഇങ്ങനെ വരുന്നില്ല എങ്കിൽ തന്നെയും സാധാരണ സർജറിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വളരെ മിനിമലായിട്ടുള്ള സ്റ്റിച്ചിങ് അവർക്ക് ഭയങ്കര ഒരു എന്താ പറയേണ്ടത്, അത് കാണുമ്പോൾ തന്നെ നമ്മളകത്ത് കിടന്ന് എത്ര കഷ്ടപ്പെട്ട് ചെയ്തതാണെന്നൊരു മനസ്സിലാവില്ല. അത്രയ്ക്ക് പുറമേക്ക് ചെറിയ 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 സുഷിരങ്ങളെ ഉണ്ടാവുള്ളൂ. അത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വിചാരിക്കും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പുറമേക്ക് കാണുന്നത് ഇത്രയേ ഉണ്ടാവുള്ളൂ. അത് പേഷ്യൻറ്റിനും അത് കാണുമ്പോൾ വളരെ ഒരു മാനസികമായിട്ടൊരു സന്തോഷമായിരിക്കും. പക്ഷെ അവർക്കറിയില്ല നമ്മൾ അത്രത്തോളം വിഷമമുള്ള സർജറി ആയിരുന്നു ഇത്രയും. പ്രത്യേകിച്ചും അത് ഞാൻ പറഞ്ഞ പോലെ എൻഡോമെട്രിയോസിനും പിന്നെ വലിയ ഫൈബ്രോയിഡൊക്കെ നമ്മൾ ചെറുതാക്കി മോഡുലേറ്റ് ചെയ്തെടുക്കും ഇതുപോലെ ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഇതുവഴി എളുപ്പം ചെയ്യാം. പിന്നെ ക്യാൻസർ സർജറിയിലും നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റും. ലിംഫ് നോഡ്സ് ഒക്കെ എടുക്കാനുള്ളതൊക്കെ വളരെ ഈസിയാണ് റോബോട്ടിക് സർജറി വഴി ചെയ്യുമ്പോഴത്തേക്കും. ഡോക്ടർ അതുപോലെ തന്നെ ഈ പ്രസവശേഷമൊക്കെ പറഞ്ഞതുപോലെ എല്ലാം ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ ഡോക്ടർ ചെയ്യുന്നത് ഇതെല്ലാം വേർപെടുത്തിയതിന് ശേഷം നമ്മൾ സർജറി ചെയ്യുന്നത്. സർജറി ചെയ്തിട്ട് അത് ആ ഭാഗം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം. ഒട്ടി ചേർന്നിരിക്കുന്നതൊക്കെ ഇങ്ങനെ ആ ഒട്ടലെ നമ്മൾ വിടർത്തിയാൽ മതി, അത്രയേ ഉള്ളൂ. എന്നാൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതിരുന്നത്തോളം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അറസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. അപ്പം നിലവിൽ എന്ത് തന്നെയായാലും ഡോക്ടർ ഈ ഒരു കൺസോളിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു റോബോട്ടിക് സർജറിയാണുള്ളത്. പക്ഷേ റോബോട്ടിക് സർജറിക്കും ഒരു ഭാവി ഉണ്ടാകാമല്ലോ. അപ്പോൾ ആ ഭാവിയിൽ കുറച്ചും കൂടെ മിനിയേച്ചർ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഡാവിഞ്ചി ആം സിസ്റ്റം എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് എക്യുപ്മെൻ്റ് ആണ്. ചിലപ്പോൾ എന്നെ പോലുള്ള ഞങ്ങൾക്കൊക്കെ ഇച്ചിരി പേടി കൂടുതലുള്ളൂ. അപ്പോൾ ഞാനിവിടെ കിടക്കുമ്പോൾ എൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വലിയ സിസ്റ്റം പേടിക്കണ്ട, കാണില്ല. നമ്മൾ അനസ്തേസിയൊക്കെ തന്നു കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഫ്യൂച്ചറിൽ കുറച്ചുകൂടി ഒരു മിനിയേച്ചർ സിസ്റ്റം ആദ്യത്തെ ഞങ്ങൾ വാങ്ങിച്ചതിനെക്കാട്ടിലും കുറച്ചും കൂടി സൈസ് കുറഞ്ഞ പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട്. ഇനി മിനിയേച്ചേഴ്സ് വരും. അതിനനുസരിച്ച് കോസ്റ്റും കുറയട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. കാരണം കോസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതായിട്ടുള്ളത്. ഇൻഷുറൻസ് കമ്പനികൾക്ക് എല്ലാ കമ്പനികളും ഇതിനെ അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ല. അതൊരു കീഹോൾ സർജറി ആണെന്നുള്ളത് അവർ അംഗീകരിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൂടി ഇൻഷുറൻസ് കമ്പനികാരും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്.
പണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി വന്നപ്പോഴും ഇതേപോലെ ആയിരുന്നു. അതെ അതെ ഓപ്പൺ സർജറിയിൽ നിന്നും ഇതിനകത്തോട്ടുള്ളൊരു മാറ്റം ആ ഒരു ചൂടുവയ്പ്പിൻ്റെ സമയത്ത് ഇൻഷുറൻസ് ഒന്നും നമുക്ക് അന്ന് പണ്ട് കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ കോസ്റ്റ് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത് ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഇത് അതേപോലെയാണ് ഞങ്ങളും റോബോട്ടിക് സർജറിന് വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വില കുറഞ്ഞ് വരും, പുതിയ പുതിയ സിസ്റ്റംസ് വരും. അപ്പം മെഡിക്കൽ കോളേജസിലും ഒക്കെ ഇത് കൊണ്ടുവരാനുള്ളൊരു ഇത് ഉണ്ടാവട്ടെ. അങ്ങനെ ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ പേഷ്യൻസിനെല്ലാം നല്ലൊരു കാര്യമാണത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളൊക്കെയും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. മറ്റൊരു ഡെവലപ്മെന്റ് കേട്ടിട്ടുള്ളത്, റിസർച്ച് നടക്കുന്നത് ഈ ഒരു കൺസോൾ തന്നെ മാറ്റിയതിന് ശേഷം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഡോക്ടർക്ക് റോബോട്ടിക് സർജറി ചെയ്യാനുള്ള ഒരു ഡെവലപ്മെന്റ് വരും എന്ന് കേൾക്കുന്നു. ഒക്കെ വരാമായിരിക്കും, പക്ഷെ അത് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള പോലെ അല്ലേ? വീട്ടിലിരുന്നല്ല, ഒരു പ്രോപ്പർ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് പ്രോപ്പർ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് വരാമെന്ന് ഒരു സാധ്യതയുണ്ട് അതിന്. പക്ഷേ എത്രയായാലും ആ ഒരു റൂമിലിരുന്ന് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസും അവിടെ ഉണ്ട്. വേറൊരു മുറിയിലിരുന്ന് ചെയ്യുന്നതും ചെയ്യാം. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ള സിസ്റ്റം. ഇതെല്ലാം ബ്രെയിൻ വർക്ക് ചെയ്ത് ആൾക്കാർ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരികയാണ്. അതൊക്കെ ഉണ്ടാവട്ടെ, അങ്ങനെ നല്ല കാര്യങ്ങൾ വരട്ടെ. അതെ. ഡോക്ടർ ഇത് എത്ര സർജറി ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു 75 സർജറി. ഇതിൽ ഏറ്റവും കൂടുതൽ കേസസ് ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ കേസസ് എല്ലാം പ്രശ്നമുള്ള എൻഡോമെട്രിയോസിസും പിന്നെ ഫൈബ്രോയിഡും ആയിരുന്നു. പിന്നെ കുറച്ച് ക്യാൻസർ സർജറി ഞങ്ങൾ സർജിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ പക്ഷേ ടീം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ്, ഞങ്ങളൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളെല്ലാം 100 കൂടുതലായി. എല്ലാവരും കൂടി ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ ഞങ്ങൾ more than 100 കയറി കേസുകളായി. 150യുടെ അടുത്തായി ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് നമ്പർ ഓഫ് കേസസ് കൂടുതൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പറഞ്ഞതുപോലെ പിന്നെ അതിൻ്റെ കോസ്റ്റ്. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് കൺവിൻസ് ചെയ്ത ആൾക്കാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് ഒരു പ്രശ്നമല്ല. പക്ഷേ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ കീഹോൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആരും നിർബന്ധിച്ചിട്ട് റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ട് ഇപ്പോൾ. കൂടുതലും നമ്മുടെ നാട്ടുകാരേക്കാൾ വിദേശികളാണോ ഇതിന് ഡിമാൻഡ് ചെയ്യുന്നത്? വിദേശികൾക്ക് ഇൻഷുറൻസ് കിട്ടും. അതാണ് നമുക്കൊരു ഇതുള്ളത്. അപ്പോൾ അവർ അവിടെ നിന്ന് അറിഞ്ഞ് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, അവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നത് കൊണ്ട്. നമ്മുടെ നാട്ടിൽ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് പോലും നമുക്ക് ചിലപ്പോൾ അത് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല, കാരണം അവർക്ക് ഇൻഷുറൻസ് കിട്ടാത്തത് കൊണ്ട്. അല്ലാണ്ട് തന്നെത്താനെ പേ ചെയ്യുന്ന സെൽഫ് പേ ആയിട്ടുള്ള ആൾക്കാർ അവർ കുറേ പേര് ഇതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നും ഒരു ലാപ്രോസ്കോപ്പിക് സർജറി കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആകും. അപ്പോൾ അതിനും ഉപരിയായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതിനുപരിയായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഇതൊക്കെ തന്നെയാണ്. റിക്കവറി നല്ലോണം പെട്ടെന്ന് ഫാസ്റ്റ് ആണെന്നുള്ളത് അത് അവർക്ക് അനുഭവിച്ചാലേ അറിയാൻ പറ്റും. അതെ. എത്ര നമ്മൾ പറഞ്ഞാലും ആ ഒരു വ്യത്യാസമുണ്ട് അതിന്. പിന്നെ കോംപ്ലിക്കേഷൻസ്, പിന്നെ കോംപ്ലിക്കേറ്റഡ് സർജറീസിന് അത് ചെയ്യുന്ന ഡോക്ടർക്കും അത് പിന്നെ സമയമെടുക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് സിവിയർ എൻഡോമെട്രിയോസിസ് ഒക്കെ ഉള്ളതിന് നമുക്ക് ലാപ്രോസ്കോപ്പി വഴി ചെയ്താൽ ഡെഫിനറ്റായിട്ടും അത് ചിലപ്പോൾ യൂറോളജിസ്റ്റും ഒക്കെ വരേണ്ടി വരും. അപ്പോൾ അവർക്കും എല്ലാം ചെയ്യാൻ റോബോട്ട് വഴി ചെയ്യുന്നതും ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നതും പിന്നെ ഒന്ന് തൊല്ലം ചെയ്ത് നോക്കിയാൽ റോബോട്ടിക് വഴി ചെയ്ത് കഴിഞ്ഞാൽ പകുതി സമയമേ എടുക്കുകയുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ളതൊക്കെ നമുക്ക് അതുവഴി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം ആ പേഷ്യൻറ്റിനെ കുറേ സമയം അനസ്തീസിയയിൽ കിടക്കുക. ലാപ്രോസ്കോപ്പി വഴി ഇങ്ങനെയുള്ള വിഷമം പിടിച്ച കേസുകൾ ചെയ്യുമ്പോൾ ആ ടൈമൊക്കെ നമ്മൾ റോബോട്ട് വഴി ചെയ്യുമ്പോഴത്തേക്കും കുറഞ്ഞുണ്ടാവും. അതൊക്കെ വ്യത്യാസമാണ്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് മനസ്സിലാക്കുന്നവർ അതിനു വേണ്ടി വരാറുമുണ്ട്. ഒരു കോളറുണ്ട് ഡോക്ടറെ. തൃശ്ശൂരിൽ നിന്ന് സൗമ്യയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ചോദിക്കാം. മാഡം. ഹലോ മാഡം, ഗുഡ് ഈവനിങ്. ഹലോ, പറഞ്ഞോളൂ. മാഡം, എനിക്ക് 29 വയസ്സുണ്ട്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. നോർമൽ ഡെലിവറിയാണ് 3. പറഞ്ഞോളൂ. ഇപ്പോൾ ഞാൻ പീരീഡ്സ് എനിക്ക് കറക്റ്റ് വരുന്നില്ല. അതായത് 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോഴാണ് പീരീഡ്സ് വരുന്നത്. അപ്പം ഞാൻ അടുത്തുള്ളൊരു ഗൈനക്കൽ ഡോക്ടറെ കണ്ട് സ്കാൻ എടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ഓവറിയിൽ കുറച്ച് സിസ്റ്റുകൾ ഉണ്ട്. നോർമൽ സൈസാന്നാ പറഞ്ഞത്. സിസ്റ്റ് ഉണ്ട്. അപ്പം നമുക്കത് വേറെ എനിക്ക് ശാരീരികമായി വേറെ പ്രോബ്ലംസ് വേദന ഇവൾക്കൊന്നുമില്ല. നമുക്ക് അത് സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ സിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു പോളിസിസ്റ്റിക് ഓവറീസ് ആയിരിക്കും കേട്ടിടത്തോളം. അതൊന്നും ഓപ്പറേഷൻ ചെയ്യേണ്ട സിസ്റ്റുകളൊന്നും അല്ല. അത് സിസ്റ്റേ അല്ല, അത് ജസ്റ്റ് അതിന്റെ ഒരു രൂപം മാത്രമേ ഉള്ളൂ. നോർമലി ഞാൻ 45 കിലോയാണ് ഉണ്ടായിരുന്നത് വെയിറ്റ്. ഇപ്പൊ ഞാൻ 63 ആയി. അപ്പൊ എന്നോട് പറഞ്ഞു വെയിറ്റ് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വേണ്ട ട്രീറ്റ്മെന്റ്. അത് തന്നെയാണ് വെയിറ്റ് കുറയ്ക്കുക. ഭക്ഷണം നല്ലോണം നിയന്ത്രിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും വെയിറ്റ് കുറയ്ക്കുക. അതിന് ഓപ്പറേഷൻ ഒന്നും യാതൊരു ആവശ്യമില്ല. എന്താണ്? അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പീരീഡ്സും തന്നെത്താനെ നേരെ ആയിക്കോളും. അപ്പൊ ഞാൻ സ്കാനിങ് നടത്തിയപ്പോൾ അതില് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ പ്രശ്നം ഭക്ഷണത്തിന്റെ ആണ്. അതെല്ലേ? ഭക്ഷണം നല്ലോണം കുറച്ചോളൂ, എക്സസൈസും ചെയ്തോളൂ കേട്ടോ. ആയിക്കോട്ടെ മാഡം.
അപ്പോൾ ഡോക്ടർ എന്തായാലും ആദ്യ റോബോട്ടിക് സർജറി ചെയ്ത വനിതാ ഡോക്ടറാണ്. ആ ഡോക്ടറിനെ തന്നെ നമുക്ക് കിട്ടിയത് വളരെ നന്നായി. ഡോക്ടർ വളരെ ലളിതമായി എങ്ങനെയാണ് റോബോട്ടിക് സർജറി ഗൈനക്കോളജിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു തന്നു. വളരെ നന്ദി ഡോക്ടർ. അതുപോലെ തന്നെ ഇനിയും ഭാവിയിലെ റോബോട്ടിക് സർജറി കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. ചിലപ്പോൾ സ്പർശനേന്ദ്രിയങ്ങൾ അതുപോലെ തന്നെയുള്ള സർജറി ഉണ്ടാവാം. ചിലപ്പോൾ MRIയും CT സ്കാനും ഒക്കെ ഈ ഉപകരണത്തോട് അറ്റാച്ച് ചെയ്ത് അതാത് സമയം ഇതൊക്കെ കണ്ടു ചെയ്യാവുന്ന ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്ത് തന്നെയായാലും ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.